ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണം, പ്രതീക്ഷിക്കണം. കളം കാവൽ. കാണാൻ സുന്ദരിയാണോടാ? പറടാ നായിന്റെ മോനെ, സുന്ദരിച്ചിയാണോടാ? അയ്യോ, ക്ഷമിക്കണം എല്ലാരും, ദയവ് ചെയ്ത് ക്ഷമിക്കണം. ദ വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തു നോക്കിയെന്ന് മാത്രം. നടക്കൂല, അത് വേറെ റേഞ്ച് ഐറ്റമാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ടി പോവും, മുക്കിക്കഴിഞ്ഞാലേ വലിയ കണ്ടി പോവും. എന്നാലും ഒന്ന് മുക്കി നോക്കിയെന്ന് മാത്രം ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് കളങ്കാവല് ട്രെയിലർ കാണാം. കം ഓൺ എവരിബഡി. മമ്മൂട്ടി കമ്പനി. The venom beneath can't be suppressed forever. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. ബാബു രാമേന്ദ്രൻ. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന് കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനമില്ല സാറേ. സാറേ, അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമ്മാനം തിരിച്ചു കൊടുത്തത്? സാറേ, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയാം? ഓ, വില്ലൻ. കളം കാവൽ. The wait means moment on. The wait means moment on. November 27. കഴിഞ്ഞോ? ഇത്രയുള്ള നമുക്ക് കാണിച്ചില്ല കേട്ടാ കാര്യായിട്ട്. പക്ഷെ ആ കാണിച്ചോർത്തോളം, ലാസ്റ്റത്തെ ആ കാണിച്ചോർത്തോളമുള്ള ആ ഒരു സീന്, പിന്നെ പറഞ്ഞ ആ ഡയലോഗ്, അത് മട്ടും പോതും എന്തളവക്ക് എന്താ ക്യാരക്ടർ ഡേഞ്ചർ എന്ന്. അപ്പൊ എന്തായാലും മാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്, എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്, ആക്രാന്തത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളം കാവൽ. ഹാസ് എ മമ്മൂട്ടി ഫാൻ, മൂപ്പര് ഹീറോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാലും ഉഗ്രനാണ്, ഉഷാറാണ്, വേറെ റേഞ്ചാണ്, കലകനാണ്. ബട്ട് ഐ യൂസ് ദ ടേം ബട്ട്. ഇങ്ങേര് നെഗറ്റീവ് ഷെയ്ഡില്, ഡാർക്ക് ഷെയ്ഡില് ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു കിക്കുണ്ട്. അത് നമ്മുടെ ബാബുവേട്ടൻ പറഞ്ഞ പോലെ വല്ലാത്തൊരു കിക്കാണ്. ഒരു ജാതിയാണെന്നേ. ഇങ്ങനെ നെഗ് സാധനങ്ങൾ ചെയ്യുമ്പോൾ മൂപ്പരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ആ ചിരിയും ആ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് കാണാൻ നല്ല രസമാണ്. ദ ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, ദ മാജിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. അപ്പോ എനിക്ക് പുള്ളിയുടെ, ഞാൻ കൂടുതൽ കാണാൻ മമ്മൂട്ടിയുടെ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ, അല്ലെങ്കിൽ വില്ലൻ ഷെയ്ഡുള്ള സാധനങ്ങൾ. ഐ റിപ്പീറ്റ്, വില്ലൻ ഷെയ്ഡുള്ള സാധനങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. അത് ഞാൻ മുമ്പ് പല വീഡിയോസിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ സമയത്തൊക്കെ ഞാന് മമ്മൂക്കയുടെ ഇപ്പോ എന്താണ്, ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോ മൂപ്പര് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമകളെക്കാട്ടിലും ഒക്കെ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അടുത്ത കാലത്ത് വന്നതിൽ ബ്രഹ്മയുഗം. കാരണം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സാധനം എനിക്ക് രാഹുൽ സദാശിവന്റെ അടുത്താണ് ആദ്യം ആസ് എ ഫാൻ താങ്ക്സ് പറയേണ്ടത്. കാരണം സമ്മാനിച്ചു മമ്മൂക്കേനെ ആ രീതിയിൽ സമ്മാനിച്ചത്. കാര്യം എക്സ്പ്ലോർ ചെയ്യാണ് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ. പുള്ളിനെ ആരെങ്കിലും ഉപയോഗിക്കും വേണം, പുള്ളി റെഡിയാണ് ചെയ്യാൻ. അപ്പൊ ആരെങ്കിലും പുള്ളിയുടെ അടുത്തേക്ക് സമീപിക്കണം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട്. അപ്പോ നമുക്ക് റെഡിയാണ് ചെയ്യാൻ. എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ മൂപ്പര് അത് എടുത്ത് ചെയ്യും. ബ്രഹ്മയുഗത്തിൽ നമ്മൾ ആ ഒരു
റേഞ്ച് കണ്ടതാണ് മമ്മൂക്കയുടെ. അതായത് ഈ എന്താ പറയാ സ്ലാങ് ഉണ്ടല്ലോ, അത് പല ടോണില് കൈകാര്യം ചെയ്യാന്ന് പറയുന്ന പരിപാടി അത്ര എളുപ്പമുള്ള സംഗതി ഒന്നും അല്ല. അത് മമ്മൂക്കയുടെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ എപ്പിടി പണ്ണ മുടിയത് ഏത് പരിപാടി മൂപ്പരുടെ അടുത്ത് കൊടുത്തു നോക്ക്, മൂപ്പരത് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് അടിച്ച് കൈ തരും. ഇപ്പൊ ബ്രഹ്മയുഗത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ, ആ ഒരു താളമുണ്ട് ആ സംസാരത്തിന്, അതിനൊരു ഭംഗി ആക്ച്വലി ഉണ്ട്. അത് മൂപ്പര് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ ബ്രഹ്മയുഗത്തെ കുറിച്ച് വീണ്ടും പറയുന്നില്ല. അത് ഞാൻ 2-3 ദിവസം മുമ്പ് പോലും ബ്രഹ്മയുഗത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അത് പറഞ്ഞ് മതിയാവില്ലെന്നേ. കാരണം നമ്മളിങ്ങനെ കൊതിയോട് കൂടിയിട്ട് ഇങ്ങനെ മമ്മൂക്കനെ കണ്ടുകൊണ്ടേ ഇരിക്കുക സ്ക്രീനിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് ബ്രഹ്മയുഗം കണ്ട സമയത്ത് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും കളങ്കാവല് വരുന്നു. ആഫ്റ്റർ ബ്രഹ്മയുഗം ഒരു എന്താ പറയാ നെഗറ്റീവ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് എന്ന ഒരു സാധനം വരുന്നു. ഏതായാലും ആ സംവിധായകനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പടം ഇറങ്ങട്ടെ, ഗംഭീരമാവട്ടെ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് എത്തട്ടെ. സന്തോഷം. സീരിയസ്ലി പറഞ്ഞാലും മതിയാവില്ല. ആസ് എ ഫാൻ റിയലി ഫീലിംഗ് ഹാപ്പി ബിക്കോസ് ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ തന്നെയാണ് ഇപ്പോ മമ്മൂക്ക മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ആൾക്കാർ വരുന്നുണ്ട്, ധൈര്യത്തോട് കൂടിയിട്ട് മുമ്പിലോട്ട് വരുന്നത്. അത് മമ്മൂക്ക ചെയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആൾക്കാർ റെഡി ആവുന്നത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡ് സാധനങ്ങളൊക്കെ. സോ താങ്ക് യു. നമ്മുടെ രാഹുൽ സദാശിവന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജിതിൻ ബ്രോന്റെ അടുത്തും താങ്ക്സ് പറയുകയാണ്. ഇതെന്തായാലും ഉഷാറാവട്ടെ. എന്തായാലും റിയലി എനിക്ക് മമ്മൂക്കയുടെ മറ്റ് സിനിമകളൊക്കെ ഇപ്പൊ സാധാ പടങ്ങളൊക്കെ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകൾ വരുന്ന സമയത്ത്. ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നതല്ല. ഐ ലവ് മാൻ, ഐ ലവ് ദിസ് കൈൻഡ് ഓഫ് മൂവീസ്, ദിസ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്, ബ്ലഡി ബാഡ് ക്യാരക്ടേഴ്സ്, ഡേർട്ടി ക്യാരക്ടേഴ്സ്. അത് രസമാണ്. മൂപ്പരുടെ ഒരു ശബ്ദവും മോഡുലേഷനും പരിപാടികളും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയാം. ഇങ്ങനെ 100 കോടി 50 കോടി കണക്കം കൊണ്ടൊന്നും ആരും വരണ്ട ദയവ് ചെയ്തിട്ട്. ഞാൻ ആസ് എ പ്രേക്ഷകൻ അതിലൊന്നും വലിയ രീതിയിൽ വിശ്വസിക്കുന്നില്ല. 100 കോടി അതൊക്കെ ബിസിനസ്സാണ്, നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് കിടിലൻ പടങ്ങൾ കിട്ടണം, കിടിലൻ ക്യാരക്ടേഴ്സ് കിട്ടണം, നമുക്ക് ഈ അഭിനയം ഇരുന്നിട്ട് കാണണം, നമുക്കത് മതി. അത് ഇപ്പൊ ചില പൊട്ടന്മാര് പറയും എന്താ പറയാ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ എക്സ്ക്യൂസ് ആയിട്ട് വെറുതെ ഇരുന്ന് പറയല്ലേ എന്ന്. അല്ല, എന്തിന് ഒരുമില്ല. നമ്മളിപ്പോ പോയപ്പോ ബ്രഹ്മയുഗം തന്നെ എന്താ കിടിലം പടമാണ്. അപ്പൊ അത് 100 കോടി എത്തിയോ ഇല്ല, പക്ഷെ അത് കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മാൻ. കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എജ്ജാതി ലെവലിലാണ് പണി വെച്ചിരിക്കണം. ആ പടമാണെങ്കിലും എന്താ പറയാ മമ്മൂക്കയുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും. സോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, റിയലി സാറ്റിസ്ഫൈഡ്. അതിൽ 100 കോടിയുടെ കണക്കിനെ കുറിച്ചിട്ടൊന്നും ഫാൻസ് പോലും ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ആൾക്കാർ നോക്കി കാണുന്നതിന്റെ പ്രശ്നമാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എന്നാണ് ഇറ്റ്സ് നോട്ട് ഓഫ് അവർ ബിസിനസ്. നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നു, എടുക്കുന്നു, പൈസ കൊടുത്തിട്ട് സമയം മാറ്റി വെച്ചിട്ട് പോയിരുന്ന് സിനിമ കാണുന്നു. കാണുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, കിടിലം പടം കാണണം, നമുക്ക് അഭിനയം കാണണം, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദാറ്റ്സ് ഇറ്റ്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ബാക്കി 100 കുണ്ടിയൊക്കെ പിന്നെ വരികയാണെങ്കിൽ വന്നോട്ടെ, അത്രയേ ഉള്ളൂ. വന്നാൽ സന്തോഷം, വന്നില്ലെങ്കിലും ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ എനിക്ക് ഈ കളങ്കാവലിനെ കുറിച്ച് പറയാനുള്ളത്, കളിയാ ഈ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ ഞാൻ ആസ് എ പ്രേക്ഷകൻ ഭയങ്കരമായിട്ട് വേണം എന്ന് പറയുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഐ റിയലി ഫീൽ ലൈക്ക് എന്താ പറയാ ഈ പടം നിങ്ങൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. പ്ലീസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. നല്ല രീതിയിൽ നിങ്ങൾ കിടന്നും ഇരുന്നും എന്താ പറയുക നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ബിക്കോസ് അതിന്റെ ഒരു കുറവ് കാരണം ആളുകളിലേക്ക് എത്താതെ ഇരിക്കരുത് ഈ പടം. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ്. കാരണം എടോ ഇതൊക്കെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ആരാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്? എവിടെ നിൽക്കുന്ന ഒരു ആക്ടറാണ്. അയാളുടെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ കിട്ടുക എന്ന് പറയുന്നത് റെയർ ആണ്. ഐ മീൻ അത് പുള്ളിയുടെ തെറ്റല്ല. ഡയറക്ടേഴ്സൊക്കെ വളരെ ചുരുക്കമാണ് നെഗറ്റീവ് ഷെയ്ഡ് പരിപാടിയൊക്കെ ആയിട്ട് മൂപ്പരുടെ അടുത്തേക്ക് സമീപിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കഥകളാണെങ്കിലും കുറവാണ് കമ്പാരിറ്റീവ്ലി. സോ അത്തരത്തിലുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ, അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള സാധനങ്ങളെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അത്തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തവണ. അത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പടം അങ്ങനെ കയറി കൊളുത്തണം.
എന്താ പറയാ മറ്റേ ഇടയിൽ നൻപകൽ നേരത്ത് മയക്കമാണെന്നുണ്ടെങ്കിലും ഒക്കെ എജ്ജാതി പടമായിരുന്നു. അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങളല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനമാണ്. അതൊന്നും അത് പ്രേക്ഷകരുടെ നഷ്ടമാണ് കേട്ടോ. തിയേറ്ററിലൊന്നും പോയി കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആരുടെയും നഷ്ടമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. ഇപ്പൊ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ നൻപകൽ നേരത്ത് മയക്കം, ഭ്രമയുഗം, അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ ഇത് ഇറങ്ങാൻ വേണ്ടി പോണ പടമാണ്, അതിന് മുമ്പ് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ മാജിക്കൽ തിങ്സ് ഒക്കെ കിട്ടുന്നത് റെയറാണ്. അഭിനയ പ്രാധാന്യം അല്ലെങ്കിൽ ഈ ബിഗ് ആക്ടേഴ്സിന്റെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് റെയറാണ്. അപ്പൊ അത് തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നഷ്ടമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക, എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായ ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കളങ്കാവൽ പൊളിക്കട്ടെ. വിനായകൻ ചേട്ടനുണ്ട്, തകർക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരാദ്യം ഇത് എന്തോ ഒരു പ്രൊമോഷണൽ ഫസ്റ്റ് ഇവരാദ്യം വിനായകൻ എന്ന് എഴുതി വെച്ചിട്ടാണല്ലോ പുറത്ത് വിട്ടത്. വിനായകൻ മമ്മൂട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞത് അത് തന്നെ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ റിയലി നൈസ്. എന്താ പറയാ, പൊളിക്കട്ടെ, വരട്ടെ. എനിക്ക് ഞാനിത് പറയണത് ആ ഡയറക്ടർക്ക് ഞാൻ എന്താണ് ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും മെസ്സേജ് അയക്കും. ഇതെന്താണ് ഇതിന്റെ പരിപാടി വരാത്ത, ട്രെയിലറെങ്കിൽ ഇറക്കി വിട്, എന്തായി അപ്ഡേറ്റ്, ഡബിങ് കഴിഞ്ഞോ, എന്താണ് അവസ്ഥ. ഞാൻ പുള്ളിങ്ങനെ തുരുതുരാന്ന് അയച്ചു വിടാറുണ്ട് മെസ്സേജ്. കാര്യം ഇത് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് സാധനം പുള്ളി ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കാണണോ അത് ആക്രാന്തമാണ്. അപ്പൊ ട്രെയിലർ ഇപ്പൊ ഇവരെ ഇറക്കി വിട്ടു, ആക്രാന്തത്തോടു കൂടി തന്നെ ഇരുന്ന് കണ്ട്. പക്ഷെ സങ്കടമല്ല, അതിൻ്റെ അകത്ത് മമ്മൂക്കിനെ കാര്യമായിട്ട് കാണിച്ചില്ലടോ. ഫേസ് കാണിച്ചില്ല കൃത്യമായിട്ട്. ജസ്റ്റ് ആ ഒരു ഡയലോഗും പിന്നെ ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു സീനും മാത്രമാണ് ആക്ച്വലി കാണിച്ചത്. ഫേസ് ടീസറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് മനസ്സിലായി. ആ ഒരു നിക്കലും ആ ഒരു നോട്ടവും പരിപാടിയൊക്കെ പൊളിയായിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ കാത്തിരിക്കുന്നവരും ഇതിന്റെ ഒരു വീര്യം കൂടുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആക്രാന്തം അങ്ങനെ നിലനിൽക്കട്ടെ. എന്തായാലും ഒരു മാക്സിമം അവര് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ട്രെയിലറിലാണെങ്കിലും പ്രത്യേകിച്ച് വലിയ സൂചനകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പോലും കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇതില് ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് മമ്മൂക്ക അവരെ ഞെട്ടിച്ചു എന്നാണ് പറയുന്നത്. ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ഞെട്ടിച്ചു എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പൊ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആകാംക്ഷ ആക്ച്വലി ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ഷെയ്ഡ് ക്യാരക്ടർ ചെയ്യുന്നു. അപ്പം ഇത് സിനിമയായിട്ട് വരുന്ന സമയത്ത് നമുക്കും ഒരു പുതിയ ട്രീറ്റ് ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. അപ്പൊ ഇത് ഹൈപ്പ് നമ്മൾ ഇരുന്ന് ഉണ്ടാക്കുക അങ്ങനെയല്ല, നോർമലി ഉണ്ടാവും ഇതിനൊക്കെ ഹൈപ്പും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റും എക്സ്പെക്ടേഷനൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവും. ബിക്കോസ് ദിസ് ഇസ് മമ്മൂട്ടി. ഹേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും കണകുണന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും അവർക്കും ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബാക്കി സിനിമ വരട്ടെ. ദാറ്റ്സ് ഇറ്റ്. കളങ്കാവൽ മമ്മൂട്ടി. മുത്തേ അടുത്ത തൂക്കണ്ടേ, ഭ്രമയുഗം തൂക്കിയ പോലെ. അവാർഡ് ചുന്ദരി ചെയ്യാനുണ്ട്.